أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്തുൽ ഖമറിലെ 18-ാമത്തെ ആയത്ത്. കസ്സബത് ആദും ഫകൈഫ കാന അദാബി വനുദുർ. കസ്സബത്ത് കളവാക്കി, ആദ് ഗോത്രം. ഫകൈഫ കാന അദാബി വനുദുർ. അപ്പോൾ എൻ്റെ ശിക്ഷയും എൻ്റെ മുന്നറിയിപ്പും എങ്ങനെയായിരുന്നു, അത് അതിൻ്റെ സ്ഥാനത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? അതാ പറഞ്ഞത്. ആദ് ഗോത്രം വ്യാജമാക്കി, അതായത് ആദ് ഗോത്രം വ്യാജമാക്കി എന്ന് പറഞ്ഞാൽ ആരെ വ്യാജമാക്കിയത്? അതാണ് കസ്സബത്ത് ആദ് നബിയഹും ഹൂദ, അവരുടെ നബിയായ ഹൂദ് നബിയെ കളവാക്കി. ഫഉദ്ദിബു, അപ്പോൾ അവരെ ശിക്ഷിക്കപ്പെട്ടു. ഫകൈഫ കാന അദാബി വനുദുർ. ഫകൈഫ കാന അദാബി, എൻ്റെ ശിക്ഷ എങ്ങനെയായിരുന്നു, വനുദുർ, എൻ്റെ മുന്നറിയിപ്പും, അവരോടുള്ള ഇൻദാരി ലഹും, അവരോടുള്ള മുന്നറിയിപ്പും എങ്ങനെയായിരുന്നു, ബിൽ അദാബി, ശിക്ഷ കൊണ്ടുള്ള അവർക്കുള്ള മുന്നറിയിപ്പും എങ്ങനെയായിരുന്നു. ഖബല നുസൂലി, ശിക്ഷ ഇറങ്ങുന്നതിന് മുമ്പ് ശിക്ഷയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയതും എങ്ങനെയായി? അതായത് ഈ വഖാ മൗഖിയഹു, അത് അതിൻ്റെ സ്ഥാനത്ത് തന്നെ സംഭവിച്ചു. വഖദ് ബയ്യനഹു തആല ഫിൽ ആയത്തിൽ താലിയ, ശേഷം വരുന്ന ആയത്തിൽ അള്ളാഹു ആ ശിക്ഷയെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഖുർആനിൽ കസ്സബത്ത് ആദൻ ഫകൈഫ കാന അദാബി വനുദുർ, നമ്മളതിൻ്റെ വിശദീകരണമാണ് പറഞ്ഞത്. ആദ് കളവാക്കി, എങ്ങനെയായിരുന്നു എൻ്റെ ശിക്ഷയും എൻ്റെ ശിക്ഷ കൊണ്ടുള്ള മുന്നറിയിപ്പും എങ്ങനെയായിരുന്നു, അതായത് അത് അതിൻ്റെ സ്ഥാനത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത്, ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ യൗമി നഹ്സിൻ മുസ്തമിർ. ഞാൻ ശിക്ഷയെപ്പറ്റി പറയും. ആദ് ഗോത്രത്തിന് സംഭവിച്ച ശിക്ഷ എന്താ? അള്ളാഹു അവരെ ശിക്ഷിച്ചത് എങ്ങനെയാണ്? ഇന്നാ, തീർച്ചയായും നാം, അർസൽനാ, നാം അയച്ചു, അലൈഹിം, അവർക്കെതിരിൽ, അവരുടെ മേൽ നാം അയച്ചു, റീഹൻ, ഒരു കാറ്റിന്, സർസറൻ, ശക്തിയായ കാറ്റിന്. സർസർ എന്ന് വെച്ചാൽ എന്താ? ഉഗ്രമായ, ഭയങ്കര ശബ്ദമുള്ള കാറ്റ്. ഫീ യൗമി നഹ്സിൻ, അത് നഹ്സിൻ്റെ ദിവസത്തിലായിരുന്നു. ഒരു ദുശകുനമുള്ള ദിവസം. മുസ്തമിരിൻ, നിലനിൽക്കുന്നതായ ഒരു ദുശകുനത്തിൻ്റെ ദിവസത്തിൽ, ഒരു ദുശകുന ദിവസത്തിൽ നാം എന്ത് ചെയ്തു? അവരുടെ മേൽ നാം ഒരു കാറ്റിനയച്ചു. അതവിടെ പറയുന്നത് എന്നാണെന്നൊക്കെ പറയുന്നുണ്ടത്. അതാ പറയുന്ന, ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസർ, ഐ ശദീദത സൗത്തിന, ഭയങ്കര ശക്തിയായ ശബ്ദമുള്ള കാറ്റിന്. നമുക്ക് കൊടുങ്കാറ്റിന്നൊക്കെ പറയൂലേ. ഫി യൗമിൻ അഹ്സിൻ, ഐ ഷുഊമിൻ്റെ ദിവസത്തിലാണ്. മുസ്തമിരിൻ, ദായിമിൻ, നിത്യമായ ഷൂമുള്ളൊരു ദിവസത്തിൽ, അതായത് ശക്തിയായ എന്നൊക്കെ അർത്ഥം. അത് കവിയിഹി, ഷൂമ് ശക്തിയായ ദിവസം. അപ്പോൾ കാനതായിരുന്നു യൗമുൽ അർബിയായിലായിരുന്നു, ആഖിരി ശഹരി, മാസത്തിൻ്റെ അവസാന ബുധൻ. ഒടുക്കത്തെ ബുധൻ എന്ന് പറയൂലേ, അവസാന ബുധനിലായിരുന്നു അവരെ ഇങ്ങനെ ശിക്ഷിച്ചത് എന്നാണ് പറഞ്ഞത്. ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ യൗമി നഹ്സിൻ മുസ്തമിർ. ആ കാറ്റ് അവരെന്താ ചെയ്തത്? ഇനി അതാ പറയാം. തൻസിഉന്നാസ കഅന്നഹും അഅജാദു നഖ്ലിൻ മുൻഖഇർ. തൻസിഉന്നാസ, അത് മനുഷ്യരെ പറിച്ചെറിഞ്ഞു. മനുഷ്യരെ അതെന്ത് ചെയ്തു? നീക്കം ചെയ്തു, പറിച്ചെറിഞ്ഞു. കഅന്നഹും, ഏതുപോലെ? കഅന്നഹും, മനുഷ്യരായതുപോലെ ഉണ്ട്. അഅജാദു നഖ്ലിൻ, നഖ്ലിൻ്റെ, ഈന്തപ്പനയുടെ മുരടുകൾ, കടകൾ പോലെ. മുൻഖൈരിൻ, കടപുഴങ്ങി വീണ, കടയോടുകൂടി മറിഞ്ഞു വീണ ഈന്തപ്പനയുടെ കടകൾ പോലെ ജനങ്ങളെന്ത് ചെയ്തു?
അത് പറിച്ചെറിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ അതിൻ്റെ ആശയം എന്താണ് പറഞ്ഞത്? തൻസിഉന്നാസ തഖ്ലഅഹും മിൻ ഹുഫറിൽ അർദ്, ഭൂമിയുടെ കുഴിയിൽ നിന്ന്, ഹുഫറിൽ നിന്ന് അത് അവരെ കടപുഴക്കി വീഴ്ത്തി ജനങ്ങളെ, മുന്തസ്സീന ഫീഹയായിട്ട്. വ തസ്റഅഹും അലാ റുഊസിഹിം, അതവരെന്ത് ചെയ്തു? അവരെ വീഴ്ത്തി അവരെ തലയുടെ മേൽ എന്ന് വെച്ചാൽ ഫ തദുഖു റിഖാബഹും ഫതുബയ്യിനുർ റാസാനിൽ ജസദി, തലയിൽ നിന്ന് എന്ത് ചെയ്തു? ജസദിൽ നിന്ന് തല വേർപ്പെട്ട രീതിയിൽ അല്ലേ. കാന്നഹും വഹാലുഹും മാതുക്കർ, അവരുടെ അവസ്ഥയിൽ പറയപ്പെടും. അതായത് എന്താണ്? കാന്ന ഒരു ആയതുപോലെ ഉണ്ട്. ആയിജാസു ഉസൂലിൻ അഖ്ലിൻ മുൻഖൈർ, ഉസൂലിൻ അഖ്ലിൻ ഈന്തപ്പനയുടെ മുരടുകൾ പോലെ, മുൻഖൈരിൻ മുൻഖത്തീന്ന് സാഖത്തിനല്ലി ഭൂമിയുടെ മേൽ മറിഞ്ഞു വീണ ഈന്തപ്പനയുടെ തടികളെ പോലെ. വശുബിഹുബിൻ അഖ്ലി, അപ്പോൾ എന്താണ് ഇങ്ങനെ തടി ഈന്തപ്പന തടിയായിട്ട് സാദൃശ്യമാക്കാൻ കാരണം? ലി തൂലിഹിം, അവർക്ക് ഭയങ്കര നീളമുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇനി ഇവിടെ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? നഖയും മുൻഖൈർന്ന്, ഇവിടെ മുദക്കറായിട്ടാണ് പറഞ്ഞത് മുൻഖൈർന്ന്. അൽഹാക്ക സൂറത്തിൽ പറഞ്ഞ നഖലിൻ ഖാവിയ, അവിടെ നഖലിനെ ഖാവിയ ആയിട്ട് പറഞ്ഞു, അതായത് മുഅന്നസായിട്ട് ഖാവിയത്തിൻ എന്നല്ലേ പറഞ്ഞത്, താഴ് കൊണ്ട്. അത് ഫവാസിലിന് ഖുർആൻ്റെ ആയത്ത് പരിഗണിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ്. ഇനി അടുത്തത് ഫകൈഫ കാന അദാബി വനുദുർ, ഫകൈഫ കാന അദാബി വനുദുർ, അപ്പോൾ എൻ്റെ ശിക്ഷയും എൻ്റെ മുന്നറിയിപ്പും എങ്ങനെയായിരുന്നു? എൻ്റെ ശിക്ഷയും എൻ്റെ ശിക്ഷ കൊണ്ടുള്ള മുന്നറിയിപ്പും എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അതിൻ്റെ സ്ഥാനത്ത് തന്നെ സംഭവിച്ചു എന്നാണ് അതിൻ്റെ ഉത്തരമായിട്ട് പറയാം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, വലഖദ് യസ്സർനൽ ഖുർആന, ഖുർആൻ നാം എളുപ്പമാക്കി, ലിദ്ദിക്രി, അത് എന്തിനു വേണ്ടി? ഓർമ്മിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, എന്നാൽ ഓർമ്മിച്ച് മനസ്സിലാക്കുന്നവരായി വല്ലവരും ഉണ്ടോ? അത് ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ എന്ന് നിനക്ക്. ഇനി അടുത്തത് സമൂദ് ഗോത്രത്തെ നശിപ്പിച്ചത് എങ്ങനെയാണെന്നാണ് അടുത്ത 23-ാമത്തെ ആയത്തിൽ. അപ്പോൾ ഇവരെങ്ങനെ നശിപ്പിച്ചത് നാം പറഞ്ഞു. 7 രാത്രിയും 8 പകലും തുടർച്ചയായി അടിച്ചു വീശി, 7 രാത്രി 8 പകലും അടിച്ചു വീശിയ ആ അത്യുഗ്രമായ കാറ്റിൽ ആ സമുദായം മുഴുവൻ ഈന്തപ്പനത്തടികൾ കടപുഴങ്ങി മറിഞ്ഞു വീഴുന്ന പ്രകാരം അടിയോടെ പിഴുതെറിയപ്പെട്ടു. ഒന്നടങ്കം അതിദാരുണമാവണ്ണം നാശമടഞ്ഞു പോയി. അപ്പോൾ ഇതിൽ പരം ദുശകനം മറ്റെന്തുണ്ട്? അതാകട്ടെ ഇവിടം കൊണ്ട് അവസാനിക്കുന്നുമില്ല, കാലാവസാനം അവശേഷിക്കുന്നതാകുന്നു, കാലാകാലം അവശേഷിക്കുന്നതാകുന്നു. അപ്പോൾ ദുശകനം സംബന്ധിച്ച് ഹാമീം സജദ 16-ന്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ചത് ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ആദ് ഗോത്രത്തിൻ്റെ നാശത്തെ പറ്റിയാണ്. അവർക്ക് അയച്ച നബി ആരായിരുന്നു? ആദ് ഗോത്രത്തിലേക്ക് ഹൂദ് നബി അലൈഹി സ്വലാമിനെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ നബി ഹൂദ് നബി ആയിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.